മഞ്ജു പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഞാൻ കോക്കിലേക്ക് പോയിട്ട് വരാൻ തോന്നുന്നു. കോക്ക് അതിനെ എങ്ങനെയാ കാണുന്നത്? അത്തരത്തിൽ കേൾക്കാം. മഞ്ജു പറഞ്ഞോളൂ. ഈ ലഹരി എന്ന് പറയുന്ന കാര്യം ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ കാര്യങ്ങളൊന്നുമല്ല. ഇപ്പോ നമ്മൾ ഈ എല്ലാ കാര്യങ്ങളിലും പറയുന്ന പോലെ നമ്മളുടെ ഇടയിലേക്ക് എല്ലാ വാർത്തകളും എത്തുന്നത് ഇപ്പൊ ഡിജിറ്റൽ മീഡിയ ആയാലും മറ്റു മീഡിയകളായാലും കൂടുതൽ നമ്മളുടെ ലോകത്ത് ഉള്ളത് കൊണ്ടാണ് ഇതെല്ലാവരും എല്ലായ്പ്പോഴും അറിയുന്നത് സെക്കൻഡുകൾക്കുള്ളിൽ, അല്ലെ? അപ്പൊ ഈ ലഹരിയെ സംബന്ധിച്ചാണെങ്കിലും എന്തിനെ സംബന്ധിച്ചാണെങ്കിലും ഇതുമൊക്കെ പണ്ടുകാലം മുതലേ ഉള്ളതാണ്. അപ്പൊ ഈ സിനിമയിൽ ലഹരി എന്ന് പറയുന്നത് ഇത് ആത്യന്തികമായി പറഞ്ഞാൽ സിനിമ ഒരു എന്റർടൈൻമെന്റ് ഫീൽഡാണ്. ഇത് മനുഷ്യന് കാണാനും ആസ്വദിക്കാനും വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഈ ചിത്രങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ലഹരിയുള്ള കാര്യങ്ങൾ ഉണ്ടാവാം, അല്ലാതെ കുറച്ച് ഉപദേശമുള്ള രീതിയിലുള്ള സിനിമകളുണ്ട്. അങ്ങനെ പല ജോണറുകളില് സിനിമകൾ ഉണ്ടാവാം. ഇപ്പൊ കാണുന്നതെല്ലാം അനുകരിക്കുക, അല്ലെങ്കിൽ സിനിമയിൽ ലഹരി കണ്ടുകൊണ്ട് നാട്ടുകാരെ അല്ലെങ്കിൽ കുട്ടികളൊക്കെ അത് ചെയ്യുക എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. അതിനൊക്കെയല്ലേ നമുക്ക് വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളും ഒക്കെ തരുന്നത്. ഇതിനകത്തൊക്കെ ലഹരി എന്ന് പറയുന്നത് വരുന്നത് കൊണ്ട് അത് ഉപയോഗിക്കും കുട്ടികൾ എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഒരു പക്ഷെ ഇന്നത്തെ കാലത്തുള്ളവർ ഇതൊക്കെ കാണുമ്പോൾ എൻജോയ് ചെയ്യുന്നുണ്ടാവാം. ഒരുപക്ഷെ അവരുടെ നാട്ടിൽ നടന്നതാവാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നടന്നതാവാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. പിന്നെ അതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന അത്തരം സിനിമകളേ ഇറങ്ങുന്നുള്ളൂ എങ്കിൽ നമുക്ക് പറയാൻ പറ്റും സിനിമാ ലോകം ലഹരിക്ക് പിന്നാലെയാണെന്നോ അങ്ങനെയാണെന്നോ. പക്ഷെ അല്ലല്ലോ. അത് എത്രയോ മനോഹരങ്ങളായ ലഹരിയുടെ കാര്യങ്ങൾ ഒന്നുമില്ലാത്ത എത്രയോ സിനിമകൾ ഇറങ്ങി. ഈ പറഞ്ഞ സിനിമകളൊക്കെ ഇറങ്ങിയ സമയത്ത് തന്നെയല്ലേ ആടുജീവിതം ഒക്കെ ഇറങ്ങിയത്. അപ്പൊ അതുകൊണ്ട് ഒരു സിനിമ എന്ന് പറയുന്ന ഒരു എന്റർടൈൻമെന്റ് ഫീൽഡ്, അത് ആ ഒരു സംഭവത്തിനെ ആ രീതിയിൽ തന്നെ കാണാൻ ശ്രമിക്കുക എന്നുള്ളതല്ലേ ഇതിനെ വിമർശിക്കുന്നവർ ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു ചെറിയ എളിയ ഒരു ചോദ്യം ഞാൻ പറയുന്നില്ല. എനിക്ക് തോന്നിയതായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. എല്ലാ കാര്യങ്ങളിലും ഇത് ബാധകമാണ് നമ്മുടെയൊക്കെ ലൈഫിൽ ഓരോ കാര്യം എടുത്താലും എന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. ശരി, കോക്കി, താരമൂല്യം അത് കുറഞ്ഞു വരുന്നു എന്നുള്ളതിനെ എങ്ങനെയാണ് കാണുന്നത്? പോസിറ്റീവായിട്ട് അതിനെ കാണുന്നു എന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞു ലാലേട്ടനൊക്കെ ആ ഇതിലേക്ക് വരട്ടെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്റ്റാർഡം എന്നുള്ളതിനെ എങ്ങനെയാണ് കോക്ക് കാണുന്നത്? ആ സ്റ്റാർഡം നല്ലതാണ്. കാരണം ഒരു ബിഗ് സ്റ്റാർ ഒരു ഇൻഡസ്ട്രിക്ക് ഉണ്ടാവുന്നത്, അത്രയും സ്റ്റാർസ് ഒരു ഇൻഡസ്ട്രിക്ക് ഉണ്ടാവുന്നത് നല്ലത് തന്നെയാണ്. കാരണം സ്റ്റാർസിനുള്ള കുറേ പ്രിവിലേജസ് ഉണ്ട്. കാരണം അവരുടെ പടങ്ങൾ പെട്ടെന്ന് ബാങ്കബിളാണ്. അവർക്ക് പെട്ടെന്ന് ഇപ്പോൾ OTT ആയി കഴിഞ്ഞാലും അല്ലെങ്കിൽ റിലീസിങ് സ്റ്റേഷൻസ് ആയി കഴിഞ്ഞാൽ തിയേറ്റേഴ്സ് ആയി കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് കിട്ടും. പിന്നെ ഫാൻസ് നല്ല സപ്പോർട്ട് കൊടുക്കും. അത് ഇൻഡസ്ട്രിക്ക് മൊത്തം ഗുണമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് കോണ്ടന്റ് ഈസ് ദ കിങ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ഇപ്പോൾ ഇത്രയും പടങ്ങൾ വന്നിരുന്നു സ്റ്റാർസ് ഇല്ല. മഞ്ഞുമൽ ബോയ്സിലില്ല, നെസ്ലൻ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ജസ്റ്റ് പൊങ്ങി വരുന്നേ ഉള്ളൂ. അപ്പം പുള്ളിയുടെ പടമാണ് പ്രേമൽ ഇത്രയും ഹിറ്റായത്. പിന്നെ അങ്ങനെ ഇത്തരം സിനിമകൾ വരുന്ന സമയത്ത് സ്റ്റാർഡം എന്നുള്ളതിനപ്പുറത്തേക്ക് ആൾക്കാർ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതവർക്ക് കിട്ടുമ്പോഴുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് കൊടുക്കുമ്പോഴാണ് ഒരു സിനിമ വിജയിക്കുന്നത്. പിന്നെ ലഹരിയുടെ കാര്യത്തിൽ ഞാനത് പറഞ്ഞോട്ടെ. ഇപ്പം ആവേശം എന്ന പടത്തിൽ രംഗണ്ണ ഗാങ്സ്റ്ററാണ്, ബാംഗ്ലൂരിലുള്ള ഒരാളാണ്. അപ്പോൾ പുള്ളി പിന്നെ എന്താ ധ്യാനം കൂടാൻ പോകണോ? പുള്ളി ബാറിലല്ലാതെ പിന്നെ പുള്ളി എവിടെയാണ് പോകേണ്ടത്? അപ്പോൾ ഒരു പടത്തിലൊരു ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന പിന്നെ കോണ്ടക്സ്റ്റിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ലഹരി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പിള്ളേരെ നിങ്ങൾക്ക് അറിയാത്തതുണ്ടോ? ഞാൻ +2 പഠിപ്പിക്കുന്ന ഒരാളോ. യഥാർത്ഥത്തിൽ ഉള്ളത് പോലും സിനിമയിൽ കാണിക്കുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ സിനിമയിൽ കുറച്ചും കൂടെ ലെസറായിട്ടാണ് കാണിക്കുന്നത് ഞാൻ പറയുന്നത്. അതായത് സിനിമയൊന്നും കണ്ടു പഠിക്കേണ്ട കാര്യം അവർക്കില്ല അല്ലേ? അവരെന്ന് വേണമെങ്കിൽ സിനിമ പഠിക്കട്ടെ. അയ്യേ ഒന്നുമില്ല. സിനിമാക്കാർ പിള്ളേരെ കണ്ടുപിടിക്കട്ടെ. ശരി ശരി.